ഹലോ ഫ്രണ്ട്സ്, കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെണ്ടയ്ക്ക പൊതുവേ തോരൻ മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇതുപോലെ ടേസ്റ്റി ആയിട്ടുണ്ടാക്കിയാൽ പാത്രം കാലിയാകുന്ന അറിയത്തില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാട്ടിത്തരാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ആ വെണ്ടയ്ക്കയുടെ ആ വഴുക്കലൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ. ഇപ്പോൾ വെണ്ടയ്ക്കയുടെ വഴുക്കലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാവേ. ഗ്യാസ് സിമ്മിലിട്ടിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ സവോളയൊക്കെ ഒന്ന് വഴന്നു വന്ന് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്കൊരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. 1-2 മുട്ട എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റി വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളത് ഒരു മുട്ടയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒരു മുട്ട ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് അടുക്കി പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ആ മുട്ടയുടെ വെള്ളമയൊക്കെ മാറി അതൊന്ന് ചിക്കി പരുവാകുമ്പോഴത്തേക്കും ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയൊക്കെ ചേർത്ത് തേങ്ങ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുവാണേ. ഈ അവസാനം അതിലേക്ക് ശകലം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യമായിട്ട് ഒരു ലേശം കുരുമുളക് പൊടി, കുരുമുളകിന് നല്ല എരിവായതുകൊണ്ട് ലേശം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടും ടേസ്റ്റാണ് ഈ കുരുമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ. അതുകൊണ്ട് കുരുമുളകും കൂടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെണ്ടയ്ക്ക മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്ക് മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയതാണ്. കാരണം വലിയ എരിവും ഇല്ല, പിന്നെ ആ മുട്ടയുടെ ടേസ്റ്റും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി തോരനാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.